ജെന്നിങ് ഐലൻഡ് ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്തു. നമ്മളൊരു ഫുൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എന്നതിൽ നല്ല വിഷമവും തോന്നി. പക്ഷെ നമ്മുടെ സമയപരിമിതി കാരണം നമ്മൾ നേരെ വന്നത് ബാട്ടു കേവ്സിലേക്കാണ്. ഈ മുരുകൻ്റെ സ്റ്റാച്ചു നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അജിത്തിൻ്റെയൊക്കെ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി എക്സ്പ്ലോറേഷനിലേക്ക് കിടക്കാം. ഹായ്, അപ്പം നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ ലൊക്കേഷൻ കാണുമ്പം ആ ഒരു മുരുകൻ സ്റ്റാച്ചു കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ബാത്തു കേവ്സിലാണ് നമ്മളുള്ളത്. ബാത്തു കേവ്സ് എന്ന് പറയുമ്പം ഇന്ത്യക്ക് പുറത്തുള്ളതിൽ ഏറ്റവും വലിയ മുരുകൻ്റെ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഒരു 272 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ കയറി അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഈ ഒരു സ്ട്രക്ചറിന് ഇത്രയും ഡെവലപ്പ് ചെയ്തത് തമ്പി പിള്ളൈ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കി ഓക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ടെമ്പിൾ ഉണ്ട്, അപ്പം അതിനെ നമുക്ക് എത്രമാത്രം വലുതാക്കാം, ഇത്രമാത്രം ഫേമസ് ആക്കാം എന്ന് ആലോചിച്ച് പുള്ളിയുടെ ഒരു വർക്ക് കാരണമാണ് ഇത്രയും ഫേമസ് ആയത് മാറിയിരിക്കുന്നത്. ആദ്യം ചൈനീസ് ഇന്നോവേഷൻ ടൈമിലൊക്കെ ഇവിടെ വന്ന് അവർ നോക്കിയിട്ടുണ്ട്. പക്ഷേ കൊളോണിയലിസം തന്നെയാണ് ഇതിന് ഇന്നത്തെ ഒരു റിലവൻസ് കൊടുത്തിരിക്കുന്നത്. ആദ്യം മരത്തിൻ്റെ സ്റ്റെപ്പായിരുന്നു മുകളിലോട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് കുറേ പ്രശ്നങ്ങളൊക്കെ 1930s പ്രശ്നങ്ങൾ വന്നപ്പോൾ പിന്നീട് മാറ്റിയിട്ട് കോൺക്രീറ്റ് സ്ട്രക്ചർ കാലത്തിനനുസരിച്ച് പണിത് വന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ട് പോയി നോക്കാം. ആദ്യം ആ സ്റ്റാച്ചു നല്ല രീതിയിലൊന്ന് കാണാം. ശരിക്കും വലിയ ഒരു ഇത് അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഒരു ഭയങ്കര പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് മുരുകനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരിക്കലും ഇവിടെ വരണം എന്നുണ്ടായിരുന്നു. എന്തായാലും അതിപ്പോൾ സാധിച്ചു. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ വരണമെന്ന് ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈമിൽ വരണം ഇവിടെ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ മലമുകളിൽ കൊണ്ടുപോയിട്ട് അമ്പലങ്ങളൊക്കെ വെച്ചിരിക്കുന്നതെന്ന്? കാരണം മറ്റൊന്നുമല്ല കേട്ടോ, കയറി കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. ഈ ഒരു കേവ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ലൈം സ്റ്റോൺ കൊണ്ടുള്ളതാണ്. ഏകദേശം 400 വർഷം പഴക്കമുണ്ട് ഈ ഒരു ലൈം സ്റ്റോൺ സ്ട്രക്ചറിന്. പിന്നീട് അങ്ങോട്ടുള്ള ഡെവലപ്മെൻറ്റുകളൊക്കെ മനുഷ്യർ നടത്തിയതാണ്. ശരിക്കും ദൈവത്തിൻ്റെ അത്രയും നല്ലൊരു ആർക്കിടെക്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ സംശയമാണ്. ഈ മൂപ്പരുണ്ടല്ലോ പല കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് ഭംഗിയായിട്ടാണ്. ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വായു പൊളിച്ച് നിന്നു പോകും. അന്ന് ആലോചിച്ച് നോക്ക്, ഇത് സ്വന്തമായിട്ടുണ്ടായിട്ട് വന്നിട്ടുള്ള ഒരു കേവാണ്. എന്ത് ഭംഗിയാണെന്നറിയോ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ കാണാനായിട്ട്. ശരിക്കും ഇതിൻ്റെ എൻട്രൻസ് വേല് പോലെയാണ്, നമ്മുടെ വേൽമുരുകൻ്റെ കയ്യിലുള്ള വേല് പോലെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ തൊമ്പിസ്വാമി പിള്ള ഇത് കണ്ടപ്പോൾ ഓക്കെ ഇത് എന്തുകൊണ്ടൊരു ടെമ്പിളാക്കി പ്രൊമോട്ട് ചെയ്തുകൂടെ, ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തുകൂടാന്ന് അദ്ദേഹം ആലോചിക്കുകയും ഇതേപോലെ ഒരു ക്ഷേത്രം ഇവിടെ പണിതൊക്കെ. ദൂരെയൊക്കെ വന്ന് ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ പളനിയിൽ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ആ ഒരു റൂട്ടിനൊരു 100 തവണ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തായാലും അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും ആ വഴി ഒന്ന് പോകുമ്പോൾ പളനി ഒന്ന് പോയിട്ട് കാണണം എന്നുള്ളത്. അപ്പോൾ പളനി പോയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും കമ്പാരിസൺസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. നമ്മൾ അത്യാവശ്യം മെല്ലെയാണ് കേട്ടോ നടന്ന് നീങ്ങിയത്. പല കാര്യങ്ങൾ കാണാനുണ്ട്. ഇപ്പോൾ മുകളിലോട്ട് പോകണം, ആ ഒരു രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നനവ് ഉണ്ടായിരുന്നതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്തു എന്നതിനൊഴികെ വേറെ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റി. ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. പലരും ഇങ്ങനെ എന്താ പറയുക ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. ആ കാണുന്ന മയിലുകളുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട്, നല്ല പെർഫെക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് ആ മയിലുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല അടിപൊളിയായിട്ട് ഇവിടെ മയിലുകളുണ്ട് കേട്ടോ ഈ ഒരു സ്ട്രക്ചറിന് ചുറ്റും.
എനിക്ക് തോന്നിയതാണ് കേട്ടോ, വളരെയധികം പെർഫെക്റ്റ് ആണ്. എങ്ങനെയാണോ ഒരു മയിൽ പീലി വിടർത്തി നിൽക്കുന്ന അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ആ സൂര്യപ്രകാശം ഇങ്ങനെ കടന്നു വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ശരിക്കും ഇവിടെയൊക്കെ വന്ന് നമ്മൾ കാണണം. ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഏഷ്യൻ കൺട്രീസിൽ പല സ്ഥലത്തും യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. വളരെ ചീപ്പായിട്ട് തന്നെ നമുക്ക് പോയിട്ട് വരാൻ പറ്റുന്ന കുറേ രാജ്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും മുകളിൽ വന്നു. അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റെപ്സ് കയറാനായിട്ട്. എങ്കിലും ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം എൻ്റെ മുകളിൽ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ലൈറ്റ് വരുന്ന പോലെ ഒരു ഇതുണ്ട്. അപ്പം അത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാഴ്ചകൾ ഇഷ്ടമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെയുള്ള ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ആ വഴിക്ക് ചെറിയ 2 ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ 2-3 സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി അങ്ങനെ നമ്മൾ താഴോട്ട് മെല്ലെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ചെന്നതിന് ശേഷം അടിപൊളിയായിട്ട് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്തു. അപ്പോൾ ഞാൻ എൻഡ് ഓഫ് ദ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോളോ അസ്.